എന്തിനാണ് വിഡ്ഢിത്തരം പറയുന്ന വിഡ്ഢിത്തരങ്ങളൊന്നും പൂർവന്മാരായിട്ടുള്ള അറിഞ്ഞ് അവർ ഈ നഖാപ്പിച്ചയ്ക്ക് വേണ്ടി കുട്ടിന് വേണ്ടി പറയാറ്. അവരെ നിർബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പറയില്ല. ഭദ്രം കർണയിൽ ശൃണുയാമ ദേവ എന്ന മന്ത്രം ചൊല്ലിയിട്ട് ഇരിക്കുക. ഭദ്രമായിട്ടുള്ളത് കാണട്ടെ, ഭദ്രമായിട്ടുള്ളത് കേൾക്കട്ടെ എന്ന് വൈദിക പ്രാർത്ഥന. ജാതകം അത് കഴിഞ്ഞാൽ നാമകരണം. കുട്ടിക്കൊരു പേരിടുന്നു. എന്നിട്ട് പേരിടലിനെ കുറിച്ച് സ്വാമി ഒന്നും പറയും, കാരണം പറയാൻ പോവുകയാണ്. അച്ഛൻ്റെ ആദ്യാക്ഷരം, അമ്മയുടെ ഒടുക്കത്തക്ഷരം ഇതൊക്കെ കൂടെ ചേർത്തിട്ട് കിട്ടുന്ന ഒരു അവിയൽ പരുവത്തിലുള്ള പുതിയ പുതിയ പേരുകൾ. ഇതൊന്നുമല്ല അവരിട്ടുകൊണ്ടിരുന്നു. അജാമിളന്റെ മോക്ഷവും മറ്റും എത്ര ദുർവൃത്തനായിട്ടുള്ള ഒരുവനാണെങ്കിൽ പോലും ആ നാമം കൊണ്ട് ആർക്കെങ്കിലും സദ്ഗതി ഉണ്ടാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഭജനീയങ്ങളായിട്ടുള്ള നാമങ്ങളെ നൽകുക. ഭഗവാന്റെ ഭയങ്കര ദേവിക. നിങ്ങൾക്ക് എത്ര വേണം നാമം? 1008 കൂടുതൽ കൃഷ്ണൻ്റെതുണ്ട്, 1008 കൂടുതൽ രാമൻ്റെതുണ്ട്, 1008 കൂടുതൽ ഗണപതിക്കുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, ദേവിയുടേത് അതുപോലെ തന്നെ. അതല്ല ഭഗവാന്റേതായിരിക്കണം, ആരും ഇടാത്തതായിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പേര് അധികാരം ഇടാത്തത് ഗദ. കാരണം ശംഖ്, ചക്രം, ഗദ. ശംഖ് എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്, ആദ്യത്തിൽ. ചക്രവും എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്, സുദർശനം. ഈ ഗദയാണ് അതുകൊണ്ട് ശ്രീഗദ എന്തെങ്കിലും തോന്നും. നമുക്ക് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാ ഭഗവാന്റെ അങ്ങനെ ചില നാമങ്ങളൊക്കെ. നാമവും നാമിയും ഒന്നായി തീരട്ടെ എന്നാണ് പ്രാർത്ഥന. എന്താണ് അവന്റെ നാമം? അതവനാവട്ടെ, അതവന്റെ ലക്ഷ്യമായി തീരട്ടെ. ഗംഭീര മന്ത്രങ്ങളൊക്കെ നാമകരണം. നാമകരണം പിന്നെയുള്ളതോ അന്നപ്രാശം, ഭക്ഷണം കൊടുക്കുന്നത്. അതൊക്കെ നമ്മൾ നടത്താറുണ്ട്, ഗുരുവായൂരൊക്കെ കൊണ്ട് നടത്തും. അതിനെക്കുറിച്ചൊന്നും സ്വാമി ഒന്നും പറയാനാളല്ല. എങ്ങനെയാണ് നിങ്ങൾ നടത്തുന്നത്? ആ സമയത്തുള്ള നമ്മുടെ കോമാളിത്തരങ്ങൾ എന്ത് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മളൊരു കുട്ടിയെ മടിയിൽ വെക്കുന്നത്. ബ്രഹ്മത്തിന്റെ പ്രതിരൂപമായിട്ടുള്ള അന്നം, ആ അന്നത്തെ താൻ എവിടേക്കാണ് അതിനെ ഹവിസായി സമർപ്പിക്കുന്നത്? ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ ഒരു ശ്ലോകം 24 ബ്രഹ്മാർപ്പണം ബ്രഹ്മഹ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹു ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മദർശനം. അതിന് സമാനങ്ങളായിട്ടുള്ള മന്ത്രങ്ങൾ. അതാണ് ചിന്ത. തൻ്റെ കയ്യിലിരിക്കുന്നതും ബ്രഹ്മത്തിന്റെ പ്രതിരൂപമാണ്, താനും അത് തന്നെയാണ്. താൻ നൽകാൻ പോകുന്ന അന്നം അതാണ്, ഈ നടക്കുന്ന ചടങ്ങ് അതാണ്. ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം, പരിസമാപ്തി അതിലാണ്. അന്നപ്രാശം. പിന്നെയുള്ളത് നിഷ്ക്രമണം എന്ന് പറയും. നിഷ്ക്രമണം എന്ന് പറഞ്ഞാൽ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരും. നിഷ്ക്രമണത്തിലാണ് കുട്ടി കാര്യങ്ങളെ ഗ്രഹിക്കാൻ തുടങ്ങുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തെ ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളെ വിഷയങ്ങളെ കുട്ടി ഗ്രഹിക്കും. ഈ സമയത്ത് നമുക്കറിയാം കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലേ.
സ്വാമിയുടെ തിരുവനന്തപുരം